ജ്യൂസിനെന്താ ഈ കളറ് അറിയില്ല. ഇന്ന് പുറത്തേക്ക് പോകാൻ നോക്കിയപ്പോഴാണ് എൻ്റെ പൊട്ടില്ല. അപ്പം മീനാക്ഷിയുടെ പെട്ടിക്കകത്തുനിന്ന് ഒരു പൊട്ടെടുത്തു. ദാ ഈ പൊട്ടാണ് ഞാൻ എടുത്തത്. ഇവിടെ അല്ല ഞാൻ പൊട്ട് വെക്കാം, കുറച്ചുകൂടെ താഴേക്കാ. എൻ്റെ അമ്മ പണ്ട് ചോദിക്കുമായിരുന്നു, നീ എന്താ മൂക്കിലാണോ പൊട്ടിടുന്നതെന്ന്. ഇപ്പം ശരിയായി. അപ്പം ഞാൻ ഈ ഒരുങ്ങുന്ന എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഒന്ന് പുറത്തു വരെ പോകാനാ. കുറച്ച് ദിവസമായി ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. പണ്ട് അച്ഛൻ പറയുമായിരുന്നു, ഹെൽത്ത് ഈസ് വെൽത്ത്. യെസ്, അതെപ്പോഴും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യം അതില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം വൈറൽ ഫീവർ മാറിയോ എന്നതൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് ഒരു കഞ്ഞി കുടിക്കാനായിട്ട് ആഗ്രഹം. സാധാ കഞ്ഞിയല്ല, നമുക്ക് ഈ പള്ളിയിൽ കിട്ടില്ലേ നോമ്പ് സമയത്ത്. പണ്ടൊക്കെ പട്ടാളിലായിരുന്നപ്പോൾ അനിയൻ്റെ കൂട്ടുകാരോ എൻ്റെ കൂട്ടുകാരോ ആരെങ്കിലും എനിക്ക് വീട്ടിൽ കഞ്ഞി എത്തിക്കുമായിരുന്നു. ഇവിടെ എനിക്ക് അതിനാരുമില്ല. അപ്പം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. കഞ്ഞിക്കായിട്ട് ചോറ്റുപാത്രം എടുത്ത് ഞാൻ പള്ളിയിലെത്തി, ആവണീശ്വരത്ത്. അവിടെ നിന്ന് കഞ്ഞി കിട്ടുകയും ചെയ്തു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഈ ഇറങ്ങി വരുന്നത്. അതിനുശേഷം ഞാൻ പോയത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലേക്കാണ്. അപ്പം ഇവിടെ ആദ്യം തന്നെ ഞാൻ പോയത് ആ കുളത്തിൻ്റെ വക്കിലേക്കാണ്. അവിടെ കുറച്ച് ആളുകളിൽ നിന്ന് ആ മീനുകൾക്ക് പൊരി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അടുത്ത് തന്നെ കടയിൽ പൊരി കിട്ടും കേട്ടോ. അവിടെ കുറച്ച് സമയം നിന്നു, അതൊക്കെ നോക്കി നിന്നു. ആ മീനുകളെ കണ്ടു, ആഹാരം കൊടുക്കുന്നത് കണ്ടു. രസമുണ്ടല്ലേ? ഇറങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എനിക്ക് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുള്ള അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ ഒരു ബോർഡൊക്കെ അത് കണ്ടപ്പോൾ ഒരു ഭയം തോന്നിയതുകൊണ്ട് മുകളിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. പിന്നെ ഞാൻ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിനകത്തെ ഞാൻ കയറിയപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചു. പിന്നെ അധികം ഉപയോഗിച്ചില്ല. പിന്നെ തിരികെ ഇറങ്ങി വരുന്ന വഴിക്കാണ് ഞാൻ ആ വഴി ഭാഗം കുറച്ച് വീഡിയോ എടുത്തു, അതേ ഉള്ളൂ. അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് ഞാനും വാങ്ങി മലർ. 20 രൂപയ്ക്ക് വാങ്ങി. പിന്നെ ആ മീനുകൾക്ക് ഇട്ട് കൊടുത്തു. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ ആൽച്ചുവട്ടിൽ വന്നിരുന്നു. എന്ത് രസമാണെന്നോ. ഞാൻ പണ്ട് ഈ അമ്പലത്തിൽ വരുന്നത് എന്തിനായിരുന്നോ? പ്രാർത്ഥിക്കുന്നതിലുപരി ഇവിടുന്ന് എനിക്ക് കിട്ടുന്ന ഉണ്ണിയപ്പം കഴിക്കാനായിരുന്നു. രാവിലെ സമയത്ത് വരണം. ആ മണം ഈ ഒരു ഏരിയയിൽ വരുമ്പോഴേ കിട്ടും നമുക്ക്. എന്ത് ടേസ്റ്റാണോ. ഗണപതി അമ്പലം എന്ന് പറയുമ്പോഴേ എല്ലാവരും ചോദിക്കുന്ന ഉണ്ണിയപ്പം ഉണ്ടോയെന്നാണ്. പിന്നെ ഞാൻ തലൂർ അമ്പലത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പം 7:15. അപ്പം കേട്ട ഒരു പാട്ട്, ദാരികൻ്റെ ആ പാട്ടില്ലേ, അത് കേട്ട എന്ത് സന്തോഷമായിരുന്നോ. ശേഷം ഞാൻ വീട്ടിലെത്തി, തരിക്കഞ്ഞി കുടിച്ചു, സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു. ശുഭരാത്രി.